സാധാരണ രീതിയിലേക്ക് മാറിയിരിക്കുന്നു. സ്ത്രീകളൊക്കെ ലിഫ്റ്റ് ഇട്ട് ആ, നടക്കുക ആ, എന്നുള്ളത്. ആ. അതിപ്പോൾ ഒരു നോർമൽ രീതിയാണ്. അതിലൊരു വിഷയമുള്ള കേസല്ല. അപ്പോൾ എല്ലാ കുട്ടികളും സ്കൂളിൽ പോകുമ്പോഴൊക്കെ ലിഫ്റ്റ് ചെറിയ ഇടാതെ പോകുന്നുണ്ട്. മക്കളൊക്കെ. ചെറിയ മക്കളൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എന്താണ് അതിൻ്റെ യഥാർത്ഥത്തിൽ എന്തിനാ അത് ചെയ്യുന്നത്? ഇത് ചോദിച്ചാൽ അവർക്ക് രണ്ടാൾക്ക് അഭിപ്രായ വ്യത്യാസമില്ലാത്ത ഉത്തരം സൗന്ദര്യ പ്രകടനത്തിന് വേണ്ടിയാണ്. അള്ളാഹു നൽകിയ സൗന്ദര്യം പോരാ. അതിൻ്റെ പുറമെ ചുണ്ടൊക്കെ ചോപ്പിച്ച് രംഗത്ത് ഇറങ്ങുകയാണ് ചെയ്യുന്നത്. ആരെ ആരെ കാണിക്കാൻ? മറ്റുള്ളവരെ കാണിക്കാൻ. അങ്ങനെ മറ്റുള്ളവരെ കാണിക്കാൻ അനുവദനീയമായത് മുഖവും മുൻകൈയും മാത്രമാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ ചുണ്ടൊക്കെ വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹ എന്ന് പറഞ്ഞിട്ട് വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ ലി ബുഊലത്തിന, ഭർത്താവ്, മാതാപിതാക്കൾ, പിന്നെ വാപ്പമാര്, എളാപ്പ മൂത്താപ്പമാര്, മക്കള്, സഹോദരന്മാർ, ഇങ്ങനെ എണ്ണി പറഞ്ഞ ആ വിഭാഗത്തിൻ്റെ മുമ്പിലല്ലാതെ മറ്റ് പുരുഷന്മാരുടെ മുമ്പിൽ ഇറങ്ങുമ്പോൾ സ്ത്രീകൾ ചുണ്ടൊക്കെ ചോമിച്ച് മേക്കപ്പൊക്കെ ഇട്ട് ഇറങ്ങുന്നത് ഷറയിൽ അനുവദനീയമല്ല. അതിങ്ങനെ ഇതാരും പറഞ്ഞില്ലെങ്കിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുക എന്നല്ലാതെ എന്ന് വിചാരിച്ച് പറയാതെക്കാൻ പറ്റൂല. ഇപ്പോൾ നമ്മളെ മക്കളും ചിലപ്പോൾ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് എന്താക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എന്താവും വെച്ചിട്ടുണ്ടെങ്കിൽ അവരും ഇതൊക്കെ ശരിയാണ്, ഇന്ന് കുഴപ്പമില്ല എന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇത് കാണുമ്പോഴേക്ക് അവരെ കോണുള്ള കുറച്ച് ചാടൊന്നും വേണ്ട. കാരണം അവർക്ക് അറിയില്ല ഇത് അവർക്ക് പലർക്കും ഇതിൽ ഹറാം ഹലാലുകൾ അറിയില്ല. നല്ല മഫ്തയും പർദ്ദയൊക്കെ അണിഞ്ഞിട്ടുള്ള സ്ത്രീകൾ തന്നെയാണ് പ്രത്യേകിച്ച് വിവാഹ സ്റ്റേജിലും കല്യാണ സദസ്സിലും പരിപാടികളെ ഇതിലൊക്കെ ഇറങ്ങുമ്പോൾ അവർക്ക് മഫ്തയും പർദ്ദയൊക്കെ ഇട്ട് മാന്യമായ നല്ല ദീനീ ബോധമുള്ള സ്ത്രീകൾ തന്നെയായിരിക്കും. പക്ഷേ ഇത് സൗന്ദര്യ പ്രകടനത്തിൻ്റെ ഭാഗമാണെന്നും ഇത് എനിക്ക് അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇങ്ങനെ പ്രദർശിപ്പിക്കൽ ഷറയിൽ അനുവാദമില്ലാത്ത കാര്യമാണെന്നും അവർക്ക് അറിയില്ല. ഇതിന് വല്ല ഏതെങ്കിലും ഒരു എക്സ്ക്യൂസ് ഇളവുണ്ടോ എന്ന് ഞാൻ പരിശോധിച്ചു. ആധുനിക പണ്ഡിതന്മാരോ ഇനി മുൻകാല പണ്ഡിതന്മാരോ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചുണ്ടൊക്കെ ചോപ്പിച്ച് ഒരു സ്ത്രീ അന്യപുരുഷന്മാരുടെ മുമ്പിൽ ഇറങ്ങുന്നതിന് അനുകൂലമായിട്ട് ഷറഈയായ ഒരു ന്യായവും ഒരു തെളിവും കാണാനില്ല. അപ്പോൾ പിന്നെ നമുക്കിത് പറയല്ലാതെ നിവൃത്തിയില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളതാണ്, അള്ളാഹുവിൻ്റെ വിലക്കാണിത്. അപ്പോൾ അതുകൊണ്ട് ഇത്തരം വിലക്കുകൾ നമ്മൾ അതിലംഘിച്ചാൽ അതിന് അള്ളാഹുവിൻ്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. അവർ വിലക്ക് ലംഘിച്ചു എന്നത് കുറ്റത്തിന് പുറമെ അവളുടെ ആ സൗന്ദര്യം കാണാൻ ഏതെങ്കിലും ആളുകൾ അതിന് പിന്നാലെ നടക്കുകയും അവളെ നോക്കി നടക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പോലും കാരണക്കാരി ഇവളാകും. വയഹ്മിലു ഔസാറഹും ഔസാറല്ലദീന യുദില്ലൂനഹും ബിഗൈരി ഇൽമിൻ. സ്വന്തം പാപം പേറേണ്ടതിന് പുറമെ താൻ കാരണം വഴിതെറ്റിപ്പോകുന്നവരുടെ കുറ്റം കൂടി പേറേണ്ട അവസ്ഥ വരും എന്ന് ഈ സാന്ദർഭികമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇൻഷാ അള്ളാ. അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ കുട്ടികൾക്ക് അറിയില്ല എന്നുള്ളതല്ല വിഷയം. അതിനപ്പുറം ഉമ്മമാർക്ക് തന്നെ അതറിയില്ല. ഉമ്മമാരെ മുമ്പിൽ നിന്നാണ് ഇവർ സ്കൂളിലേക്കും ആ, ക്യാമ്പസുകളിലേക്കൊക്കെ ഈ അതെ. ലിഫ്റ്റ് ഇട്ട് ഇറങ്ങി പണ്ടൊന്നും പോകുന്നത്. അങ്ങനെയല്ല, ഇപ്പൊ വ്യാപകമായി തുടങ്ങിയിട്ടുണ്ട്. വ്യാപകമായിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യവും ഇപ്പോൾ വ്യാപകമായ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഇത് അതെ, അതെ. വ്യക്തമായ ഒരു മറുപടി ആ, നൽകിയിട്ടുള്ളത്. ആ. അൽഹംദുലില്ലാ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. നിങ്ങളുടെ ഈ ഇൽമിനെ അള്ളാഹു വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.